പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് ഇന്ന് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് വരാം. ഞാൻ അനുദിന അനുഗ്രഹ പ്രാർത്ഥന ചെല്ലണം എന്തിനാണെന്നറിയാവോ? നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ചെല്ലണത്. നിങ്ങളാരും വേദനിച്ച് ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ ദൈവം അനുവദിക്കരുത്. നിങ്ങൾ പോകുന്ന വഴികളെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനം അനുസരിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടാകണം. നിങ്ങളെല്ലാം വിശ്വാസത്തിൻ്റെ സുവിശേഷത്തിൻ്റെ വലിയ സാക്ഷികളായിട്ട് ജീവിക്കണം. കർത്താവേ, അങ്ങയുടെ മക്കൾ തലകുനിക്കാൻ നീ അനുവദിക്കരുത്. ആരുടെയും മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്താം. കർത്താവേ, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം ആണിപ്രതാടുന്ന അത്ഭുതകരത്താൽ കർത്താവേ അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണേ പ്രാർത്ഥിക്കുന്നു. അടിപ്പഴ പോലെ കർത്താവിന് ശക്തി ഒഴുകട്ടെ. വൈതാക്കാലം പോലെ ദൈവിക ശക്തി രോഗാതുരമായ ശരീരങ്ങളിലേക്ക് ഒഴുകട്ടെ. ഉച്ചമുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. Lord Jesus Christ, pour out His Spirit. The fire fingers suck with the precious blood. I command you in the name of Jesus Christ be healed. കർത്താവ് മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ചിരങ്ങ് രോഗങ്ങൾ, കർത്താവ് ചൊരു രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, കർത്താവ് എല്ലാം കർത്താവ് അങ്ങയുടെ വിശുദ്ധമായ രക്തം കർത്താവ് ത്വക്ക് രോഗികളുടെ മേൽ ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവ് വെള്ളപ്പാണ്ടിൻ്റെ രോഗമുള്ളവർ, ചുണ്ടിൽ പാണ്ടുള്ളവർ, കർത്താവ് ശിരസിൽ മുടി കൊഴിയുന്നവർ, കർത്താവേ ആന്തരികമായ രോഗങ്ങളുള്ള ആന്തരികമായ അവയവങ്ങൾ അഴുകുന്നവരുണ്ട് ഈശോയെ. ആന്തരികമായ രോഗങ്ങൾ ക്യാൻസർ വന്നുള്ളവരുണ്ട് ഈശോയെ. കിഡ്നിയിൽ ക്യാൻസർ, കർത്താവെ ശ്വാസകോശങ്ങളിൽ കർത്താവെ മർദ്ദം കുറഞ്ഞപ്പോഴുള്ള കർത്താവ് തൈറോയ്ഡ് ക്യാൻസർ, തൊണ്ടയിൽ മുഴയുള്ളവർ, ചെവി കേൾക്കാൻ പാടില്ലാത്ത കുഞ്ഞുങ്ങൾ, കർത്താവ് എല്ലാവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കും. നടുവിന് വേദനയുള്ളവർ, നടുവിന് കർത്താവെ ബലക്ഷയമുള്ളവർ, നടുവ് വളഞ്ഞിരിക്കുന്നവർ, കൈകാലുകൾ വളഞ്ഞിരിക്കുന്നവർ, ഓട്ടിസം, കണ്ണിന് കാഴ്ച കുറവുള്ളവർ, മൂക്കിന് കർത്താവ് അഡിനോയിഡിൻ്റെ രോഗമുള്ളവർ, എല്ലാവരെയും സ്പർശിക്കണമേ കർത്താവ്. നടക്കാൻ പാടില്ലാത്തവർ, തന്നെത്താൻ എഴുന്നേക്കാൻ പാടില്ലാത്തവർ, പരസായം കൂടെ ജീവിക്കാൻ പാടില്ലാത്തവർ, എല്ലാവരെയും കർത്താവിനെ സ്പർശിക്കണ കർത്താവ്. ഈശോ നിൻ്റെ വിശുദ്ധ വലതുകരം കർത്താവെ പ്രഭാരോഗ്യ സുഖപ്പെടുത്തിയ കർത്താവിൻ്റെ കരങ്ങൾ, പത്തോസിനെ കർത്താവ് കടലിൽ നിന്ന് പിടിച്ചു കയറ്റിയ കർത്താവിൻ്റെ കരങ്ങൾ നിൻ്റെ മേൽ ഉയരുകയും നീ കർത്താവിൻ്റെ കൈകളിൽ നിൻ്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നിന്നെ ഉയർത്തിയെടുക്കാൻ വേണ്ടി നീ കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിക്കുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികൾ, പീഡിതർ, സാമ്പത്തിക ബാധ്യതയുള്ളവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, ആരോരുമില്ലാത്തവർ, എല്ലാവരും ഉണ്ടായിരുന്നു. ആരും കർത്താവ് അനാഥർ, കർത്താവ് ജോലി ചെയ്യാൻ പറ്റാത്തവർ, പട്ടിണി കിടക്കുന്നവരോട് വരെ കണ്ടിച്ച് അങ്ങനെയുള്ള എല്ലാവരും കർത്താവ് നീ ഏൽപ്പിക്കുന്ന എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. പല മക്കൾ പല രീതിയിൽ പല ജീവിതത്തിലായിപ്പോയവർ, അകപ്പെട്ടു പോയവർ, പാപത്ത് വീണു പോയവർ, ഇനി എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ ഭീഷണിക്ക് വിധേയമായി ജീവിതം തകർന്നു പോയവർ, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാത്ത കുറ്റബോധം ഭാരത്തോടെ താങ്ങി നടത്തുന്നവർ, കർത്താവ് പലതരം കേസുകളിലും കർത്താവ് ചതിക്കേസുകളിലൊക്കെ കർത്താവ് മയക്കുമരുന്നിൻ്റെ ചതികൾ പ്രയോഗങ്ങളിൽ പെട്ടുപോയവരും, മയക്കുമരുന്ന് അടിമയായിട്ടുള്ളവരും, അതിൻ്റെ കേസിൽപ്പെട്ടവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന വിസായിലും അന്യവിദേശ ജോലികളിലും വിദേശ ജയിലുകളിലും കിടക്കുന്നവരുണ്ട് ഈശോയെ. കർത്താവ് എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥന ഈശോയെ. മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ, കടലോരങ്ങളിലെ എല്ലാ അവസ്ഥകളും കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ വിശ്വാസ ത്യാഗികളുണ്ട് ഈശോയെ, സഭാത്യാഗികളുണ്ട് ഈശോയെ. അവരെല്ലാം കർത്താവ് അങ്ങ് പുനഃസ്ഥാപിക്കണേ, പുനരുദ്ധരിക്കണേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ കർത്താവ് അങ്ങനെ മക്കളെ ആശീർവദിക്കണേ പ്രാർത്ഥിക്കുന്നു. മരണ വീടുകൾ, രോഗ വീടുകൾ, കലഹത്തിൻ്റെ വീടുകൾ, മക്കൾ മാതാപിതാക്കന്മാർ പിരിഞ്ഞുപോയ വീടുകൾ, അത് ഇങ്ങനെ അലങ്കോലപ്പെട്ട അനാധീനമായി പോയിട്ടുള്ള വീടുകളെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധമായ തലക്കെട്ട് യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവനാമത്തിൽ എല്ലാ തിന്മകളും ഈശോനാമത്തിൽ കൂടി തുടച്ചു മാറ്റപ്പെടട്ടെ. Lord, infuse the spirit of power and grace. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത്
പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മക്കളെ, നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷം ഒരു പ്രവാചക ഗ്രന്ഥമാണ്. യെശയ്യാ 17:11. നടുന്ന ദിവസം തന്നെ അവ മുളയ്ക്കുകയും ആ പ്രഭാതത്തിൽ തന്നെ അവ പൂവിടുകയും ചെയ്താലും ദുഃഖത്തിന്റെയും അപരിഹാര്യമായ വേദനയുടെയും ദിനത്തിൽ അതിന്റെ വിളവ് നശിച്ചു പോകും. അനുഭവിക്കാൻ പറ്റത്തില്ല. ആൾക്കാർക്ക് ഭയങ്കര ആക്രാന്തമാണല്ലോ. പക്ഷെ ഇതിൻ്റെ വിഷയം ഇതൊന്നുമല്ല. ഇതിൻ്റെ മുകളിൽ പറഞ്ഞ വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത്, അതായത് മനുഷ്യന്മാർക്ക് ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതിയതുകൊണ്ട് റോമ 1:29 പറയും, ആത്മവികാരങ്ങൾക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്തത്. ചില ആൾക്കാർക്ക് ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയാണ്. വേറെ കഥയൊന്നുമില്ല. മറ്റുള്ള മുമ്പിൽ താനൊരു ബുദ്ധിജീവിയുടെ ഒരു കുപ്പായം എടുത്തിടണമെന്ന് മാത്രമേ ഉള്ളൂ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അഭ്യസ്തവിദ്യനാണ് എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ ഇത് തന്നെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. സമൂഹം മറ്റ് ദൈവത്തെ തള്ളിപ്പറയാനുള്ള നിങ്ങളവർക്ക് തൻ്റെ ഇടമാണ്. തൻ്റെ ഇടമല്ല, അതൊരു പീഡിത്വമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ എല്ലാം ആശ്രയിച്ചു കൊണ്ട് താനാണ് ദൈവം. ശരിക്കും ദൈവത്തെ തള്ളിപ്പറയുന്നതിൻ്റെ മുമ്പിൽ ഒരിക്കലും ദൈവത്തെ നമുക്ക് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വായുവിനെ തള്ളി മാറ്റിക്കഴിഞ്ഞാൽ വേറൊരു വായു വന്ന് കയറത്തില്ലേ? അതായത് ബാലൻസ് ചെയ്യത്തുള്ളൂ. ദൈവം തള്ളി മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഭർത്താവ് ഇരിക്കേണ്ട ഭർത്താവ് ഇരുന്നതിനെ പട്ട് കയറിയിരിക്കുമെന്ന് പറയത്തില്ലേ? അതുപോലെ ദൈവത്തെ മാറ്റി കൊണ്ട് ദൈവം ഇരിക്കേണ്ട സ്ഥലത്ത് ദൈവം ഇരുന്നില്ലെങ്കിൽ അതുപോലെ തന്നെ ഇതുപോലെയുള്ള താൻ തന്നെ ആയിരിക്കും അവിടുന്ന് ദൈവമായിട്ടിരിക്കാൻ പോകുന്നത്. തൻ്റെ കേമത്വം, തൻ്റെ പ്രഭ, തൻ്റെ വിദ്യാഭ്യാസം, തൻ്റെ ചിന്താഗതി, താൻ ഫോളോ ചെയ്യുന്ന പ്രത്യയശാസ്ത്രം, ഇതൊക്കെ ഇങ്ങനെ കെട്ടിക്കൊഴിച്ചു. ദാറ്റ് മീൻസ് താൻ തന്നെ. അപ്പോൾ അതാണ് അതായത് ദൈവത്തെ നമ്മൾ അംഗീകരിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നമുക്ക് ഒരു എളിമ വേണം ശരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ പറ്റേണ്ടത്? അങ്ങനെയുള്ള ആൾക്കാർ എന്ത് നേടിയെന്ന് പറഞ്ഞാലും അതിന് ചില സമയത്ത് അനുഭവിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് ദൈവത്തെ തള്ളിക്കളയണതും ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജോലി ചെയ്തുകൊണ്ട് വിജയിപ്പിച്ച് കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കൂടി വിശ്വാസം കളയണതും അവർ പക്ഷേ ഇന്നലെ നാളെ നമ്മളത് മറുപടി പറയേണ്ടി വരും. കാര്യം എലോൺ മസ്ക് എന്ന് പറയുന്ന വ്യക്തികൾ പോലും ഈ ലോകത്തെ ഏറ്റവും ശാസ്ത്രവും സമ്പത്തും കുഴിഞ്ഞു ഒരു മനുഷ്യനാണ്. അവനെ വലിയ വലിയ മനുഷ്യരെല്ലാവരും തന്നെ വിശ്വാസികളാണ്. അവർ പൊട്ടന്മാരായതുകൊണ്ടല്ല, അവർക്ക് അഹങ്കാരമില്ലാതെ എളിമയെടുത്ത് ഏറ്റുപറയാനുള്ള മാനസികാവസ്ഥകളുകൊണ്ടാണ്. ക്രിസ്മസിന് നല്ല കാലമാണ് വരണത്. ക്രിസ്മസ് കർത്താവ് ജനിക്കേണ്ട ഒരു കാലമാണ് നമ്മുടെ ഹൃദയത്തിൽ രൂപീകരം. അതിനുവേണ്ടി നീ ഹൃദയത്തെ ഒരുക്കുക. എപ്പോഴെങ്കിലും ദൈവത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ക്യാമത്തടിക്കാൻ വേണ്ടി തൻ്റെ വംഗത്വം താൻ പറഞ്ഞുകൊണ്ട് ആളാകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആൾ ദൈവമായിട്ട് നീ മാറുന്നു എന്നുള്ള സൂചന. നീ അത് ആ ദുരന്തം നീ തിരിച്ചറിയണം. ദൈവത്തെങ്കിലും തിരിച്ചു വരണം. എപ്പോഴെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അവസരം കിട്ടിയാൽ
കർത്താവ് അത് ഞാനല്ല, എൻ്റെ കഴിവല്ല, കർത്താവിൻ്റെ കൃപയാണെന്ന് ഏറ്റുപറഞ്ഞ എൻ്റെ മക്കളെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എന്താ കാര്യം? മറ്റുള്ളവരെ വിശ്വാസം നയിക്കണം. വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് വിശുദ്ധി കൂടും, മനുഷ്യരോട് കൃപയുണ്ടാവും, കാരുണ്യമുണ്ടാകും. അതില്ലെങ്കിലും ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശാശ്വതമായ ഗ്യാരണ്ടി എന്താ? നമ്മൾ തന്നെയല്ലേ. അപ്പം നമ്മൾ തന്നെ ഗ്യാരണ്ടി എന്നാണ്. പക്ഷെ അതിനേക്കാളും നല്ലത് ദൈവത്തെ ഗ്യാരണ്ടി ചെയ്യുന്നതാണ്. കാര്യം ഒരു കാരണവും ഇല്ലാതെ ഒരു കാര്യം ഒരിക്കലും ഉണ്ടാകത്തില്ല. അപ്പം ആ കാരണം പ്രകൃതിയല്ല, ബുദ്ധിയും ബോധവുമുള്ള ഒരു വ്യക്തിയാണ്. അതിനാണ് നമ്മളെല്ലാവരും ദൈവം ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കളെ, ദൈവവിശ്വാസം തന്നെ ഒരു വലിയ കാര്യം. ഞാൻ മാതാവിനെ നേരിട്ട് കണ്ടൊരു മനുഷ്യനാണ്. കാരണം അതിനുവേണ്ടി മരിക്കാൻ വരും, ആ സാക്ഷ്യത്തിന് വേണ്ടി മരിക്കേണ്ടി വന്നപ്പോൾ ഞാൻ തയ്യാറാണ്. എന്താ കാര്യം? സത്യമായത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, തെറ്റുകൾ കാണുമ്പോൾ, ദൈവത്തെ നിഷേധികളെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. എന്താണ് അവർക്ക് പറ്റിയത്? എങ്ങനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്? നിസ്സാര കാര്യത്തിൻ്റെ പേരിലാണ്. ഒരു മനുഷ്യൻ പറയുന്നത്, ഞാൻ വയറുവേദന വന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അപ്പോൾ ദൈവം എൻ്റെ വയറുവേദന മാറ്റില്ല, ഉടനെ സ്വയം പ്രഖ്യാപിത നിരീശ്വരവാദിയായി. വല്ല കഥയുണ്ട്. വിഡ്ഢിത്തരം ഇങ്ങനെ കുറേ ആൾക്കാർ കെട്ടിയെഴുന്ന് വിളിക്കും. അവരുടെ വയറ്റിപ്പഴുപ്പിന് വേണ്ടി മറ്റു മതക്കാരെ കൂടി ചേർത്തുകൊണ്ട് തൻ്റെ ബിസിനസ്സൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയുള്ള ചെറിയ സൂത്രപ്പണികളും തെറിയുടെ പരിപാടിയും ഗിമ്മിക്കുകളുമാണ്. ഇതൊക്കെ ബുദ്ധിയും ബോധമുള്ളവന് എല്ലാവർക്കും അറിയാൻ പറ്റും. അതുകൊണ്ട് അവരൊരും പറയാൻ കേട്ടിട്ട് നീ ദൈവത്തള്ളി പറയരുത്. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കാനും സുവിശേഷം അനുസരിച്ച് ജീവിക്കാനും ദൈവം നിന്നെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ആമേൻ. അപ്പം ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളതും ദാസ്യതയും എന്നുള്ളതും രണ്ടും ഒരു സംഭവമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടി തിരിച്ചിട്ടാലും ഈ പൂച്ച എറിയണ പോലെയുള്ള പരിപാടിയാണ്. എങ്ങനെ എറിഞ്ഞാലും 4 കാലേ വന്ന് വീഴും ഈ ഉടമ്പടിയുടെ ലക്ഷ്യം എന്താണ്? ക്രിസ്തുവിനെ വ്യക്തികളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ ഒരു നിമിത്തമായിട്ട് മാർഗമായിട്ടാണ് ബാക്കിയുള്ള ഭൗതിക സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളും അതിൻ്റെ ഒരു പ്രെയർ ഫോമിലേക്കൊക്കെ വെക്കണത്. നിങ്ങളതിൻ്റെ കഥ അറിയാതെ ആട്ടം കാണരുത്. ഇത് ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണ് എൻ്റെ മെയിൻ സംഭവം. പക്ഷെ ആദ്യമേ അത് ലക്ഷ്യം വെച്ചാൽ നിങ്ങൾക്ക് വേസ്റ്റേജ് കുറഞ്ഞിരിക്കും. ഈ വേസ്റ്റ് നമ്മൾ ഉണ്ടാക്കണതാണേ, ഉടമ്പടി വേസ്റ്റ്. ഇപ്പം ഡോക്ടർ കണ്ടില്ലേ, അവർ MBBS ആണെങ്കിലും അവരാദ്യം MBBS ഡോക്ടർ ആദ്യം IELTS എഴുതി അവർ പറയണ 1/2 മാർക്കിനാണ് തോറ്റുപോയെന്ന്. 1/2 മാർക്കിന് തോറ്റാലും 50 മാർക്ക് തോറ്റാലും തോൽവി എന്നാണ് പറയണത്. അതാണ് സംഭവം. അവർ പറഞ്ഞ 1/2 മാർക്കിനാണ് ഞാൻ തോറ്റുപോയത്, അതാണ് സങ്കടം. 1/2 മാർക്കിന് തോറ്റാലും 5 മാർക്ക് തോറ്റാലും തോറ്റതാണ് സംഭവം. അപ്പം പിന്നെ ഇവരിവിടെ വാള് വെച്ച് കീഴടങ്ങണുണ്ട്, വാളും പരിചയം വെച്ച് കീഴടങ്ങും. എന്താണ്? ഇനി IELTSുമായിട്ട് ഞാനില്ല മുന്നോട്ടെന്ന്. അപ്പോൾ ബുദ്ധിമാന്മാരെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ദൈവം ബലഹീനരെ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ടേ. അതിനെ താഴെയുള്ള ആൾക്കാരൊക്കെ IELTS പുഷ്പം പോലെ ജയിച്ചു പോകണ്ടേ. അപ്പോൾ അവിടെ എന്താണ് കുഴപ്പം? ഡോക്ടറിന് മെറിറ്റില്ലേ? ഡോക്ടറല്ലേ, അവർക്ക് MBBS എഴുതാമെങ്കിൽ ഒരു 100 IELTS എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് മെറിറ്റുണ്ട്. ഈ മെറിറ്റ് ഇവർക്ക് ആവശ്യമില്ലാത്തൊരു ആത്മവിശ്വാസം കൊടുത്തിട്ടുണ്ട്. ഇനി ദൈവത്തിന് മുമ്പിലുള്ള പരിപാടി എന്താണ്? ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ IELTS പാസ്സായതുകൊണ്ടോ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ വസ്തു വിറ്റത് കൊണ്ടോ കല്യാണം നടത്തിയതുകൊണ്ടോ ഈ കച്ചവടത്തിൽ ദൈവത്തിന് ലാഭമൊന്നുമില്ല. അത് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് മാത്രമേ എന്തെങ്കിലും ലാഭമുള്ളൂ, മെച്ചമുള്ളൂ. അപ്പോൾ ബുദ്ധിയുള്ള നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കണം ആദ്യം. അത് ആദ്യമേ ഫിക്സ് ചെയ്താൽ പ്രശ്നം തീർന്ന് ഈ കച്ചവടത്തിൽ. പറഞ്ഞ അച്ഛൻ മനസ്സിലായില്ലേ? ഇതിന് ദൈവത്തിന് ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ട് ഇതുകൊണ്ട് ദൈവത്തിന് എന്താണ് ലാഭം? ദൈവം ലാഭമില്ലാത്ത ഒരു പരിപാടിക്കും ഉണ്ടാകത്തില്ല. അതെപ്പോഴും ഓർത്തേക്കണം. ക്രിസ്തുവിനെ വരെ നമുക്ക് തരുന്നതിൻ്റെ പിന്നിൽ നമ്മളെ വിലക്ക് വാങ്ങുന്നതിന് വേണ്ടി തന്നിരിക്കുന്നതാണ് ക്രിസ്തുവിനെ. അത്രയും ഭയങ്കര എക്സ്പെൻഡിച്ചർ മുടക്കിയിരിക്കുന്നതാണ്. തൻ്റെ ഏകജാതിനെ നൽകാൻ തക്ക വിധം ദൈവം തൻ്റെ സ്നേഹത്താൽ അത്രമാത്രം സ്നേഹിച്ചിട്ട് ദൈവത്തിന് ഈ വിഷയത്തിൽ ക്രിസ്തു എന്തെല്ലാം അതിന് നഷ്ടപ്പെടുത്തിയാലും ക്രിസ്തു
ക്രിസ്തുവിനവരെ നഷ്ടപ്പെടുത്തിയാലും ശരി, എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടരുതെന്നുള്ള വലിയൊരു മനസ്സിൽ നിന്നാണ് ഇതെല്ലാം രൂപപ്പെട്ട് വരണത്. പക്ഷെ അത് ദൈവത്തിൻ്റെ ആ മനസ്സ് ബോധപൂർവ്വം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഈ കച്ചവടത്തിൽ ഈ വിനിമയം, നമ്മൾ കച്ചവടം മോശമാക്കുകയാണെങ്കിൽ ഞാൻ ഉപേക്ഷിച്ച് ഈ ഒരു വിനിമയം, ഒരു കവനൻ്റെ ഒരു വിനിമയമാണ്. ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആകുമ്പോൾ ഒരു വിനിമയമുണ്ട് അതിൻ്റെ അകത്ത്. ഈ വിനിമയത്തിൽ ദൈവത്തിന് എന്താണ് മെച്ചം, ദൈവത്തിന് എന്നാ അതിൻ്റെ അകത്ത് കിട്ടണത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. അല്ല നിങ്ങളെന്താ ചെയ്യണത്, നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത് വർക്കൗട്ട് ചെയ്യണത്. അതുകൊണ്ടാണ് ഈ വേസ്റ്റേജ് കൂടുന്നത്. അതിൻ്റെ കാരണം ആദ്യം ദൈവത്തിന് എന്ത് കിട്ടും, ദൈവം എന്താണ് ചെയ്യണത്, ദൈവം ഉദ്ദേശിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സ്വപ്നം എന്താണ്, നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെട്ടു വരണം. അതാ പ്രശ്നം. റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം. ദൈവത്തിൻ്റെ വിനിമയത്തിൽ ആത്യന്തികമായ ദൈവത്തിൻ്റെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പൗരസപ്പോസം പറഞ്ഞ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കുന്നവരെ കുറേ വേസ്റ്റേജുകളുണ്ടാവും. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി ഫിലിപ്പി 3:7-8. ഫിലിപ്പി 3:8. അതെ. ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. അപ്പം ചില കാര്യങ്ങൾ വേസ്റ്റ് ഉണ്ടാകും, അത് ക്രിസ്തുവിനെ പ്രതിയാണ് വേസ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞ അയ്യോ വേസ്റ്റ് ആയപ്പോലെ ഇനി എന്ത് ചെയ്യുന്നില്ല. ഇത് നിങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വേസ്റ്റുകൾ, ഇത്രയും നാൾ നിങ്ങളുടെ പരിശ്രമങ്ങളില്ലേ, നിങ്ങൾ എന്തുമാത്രം ഇൻട്രസ്റ്റ് എഴുതി, എന്തുമാത്രം ഇൻ്റർവ്യൂവിന് പങ്കെടുത്ത്, എത്ര ചെറുക്കന്മാർ വന്ന് നിങ്ങളെ കണ്ടു, എന്തുമാത്രം കാപ്പിയും ബിരിയാണിയും മിക്സറൊക്കെ അവന്മാർ കഴിച്ചിട്ട് പോയി, എന്നിട്ട് ഒരു കല്യാണം ഒത്തില്ലല്ലോ. എന്തുമാത്രം വേസ്റ്റേജാണ് വരുന്നത് ജീവിതത്തിൽ. ഞാൻ ജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കണത്, നിങ്ങളോർക്കും വേറെ കാര്യമാണ്. ഞാൻ ജീവിതത്തെക്കുറിച്ച് തന്നെ സംസാരിക്കണത്. അപ്പം ഇങ്ങനെ നമ്മൾ നഷ്ടപ്പെടുത്തിയ കുറേ വേസ്റ്റുകളുണ്ട്. ഈ വേസ്റ്റുകൾ നമുക്ക് തന്നിരിക്കുന്ന വികാരം എന്താണ്? നിരാശ, പരാജയബോധം, കുറേ സാധനമില്ലേ നമ്മുടെ വേസ്റ്റ്. നിങ്ങൾ ഞാൻ കൽക്കട്ടായി വരെ പോയി ആ വിസ ഇൻ്റർവ്യൂവിന് പങ്കെടുത്തതാണ്, എന്നിട്ട് അത് കിട്ടിയില്ലെന്ന് പറയും. കാശും പോയി, വിസയും കിട്ടിയില്ല, സമയവും പോയി, വേസ്റ്റായില്ലേ. അപ്പം ചില പറയും ഞാൻ മദ്രാസ് വരെ പോയി ആ പരീക്ഷ എഴുതിയതാണ്. എനിക്കന്ന് പനിയായിരുന്നു, എനിക്കന്ന് പീരീഡ്സ് ആയിരുന്നു, ഭയങ്കര കഷ്ടപ്പാട്. ഞാൻ പറഞ്ഞാണ് മമ്മിയോട് പോണില്ല, മമ്മിയാണ് എന്നെ ഉന്തി തള്ളി വിട്ടത്. എന്നിട്ട് അതും കിട്ടിയില്ല, ഞാൻ അകപ്പെട്ടു പോയി. അപ്പം നമുക്ക് ഒത്തിരിയേറെ സങ്കടങ്ങൾ. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു പ്രയോജനമില്ല, വെറുതെ അലയാവുന്നില്ല, ഒരു കാര്യമില്ലല്ല. ഇതാണ് വേസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പം മനസ്സിലായോ വേസ്റ്റ്? ഈ വേസ്റ്റ് കൊണ്ട് എങ്ങനെ വിളക്ക് കത്തിക്കാമെന്ന് നോക്കണം. ഈ വേസ്റ്റ് എടുത്തിട്ട് എന്താ ചെയ്യണത്? ബൈബിൾ പറയണത് ഈ വേസ്റ്റ് എല്ലാം നീ ക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലേക്ക്, പിതാവായ ദൈവത്തിൻ്റെ അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യണം. അതാണ് വിഷയം. നീ അത് വെച്ച് നിരാശയായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കരുത്. ഉടമ്പടി സൂപ്പർ പദ്ധതിയാണ്. ഈ സംഭവം മുഴുവനും നിനക്ക് നഷ്ടപ്പെട്ട നഷ്ടങ്ങളെല്ലാം എഴുതിയിട്ടിട്ട് പിതാവിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാരി ഓവർ ചെയ്യണം. അപ്പാ, ഇതെല്ലാം ഞാൻ വിശ്വാസത്തോടെ പ്രത്യാശയോടെ സ്വീകരിക്കുന്നു. ഞാൻ സഹിച്ച സഹനങ്ങൾ, നഷ്ടങ്ങൾ, അതുപോലെ തന്നെ കോട്ടങ്ങൾ, എൻ്റെ ജീവിതത്തിലെ ഉച്ഛിഷ്ടങ്ങൾ, ഇതെല്ലാം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നിൻ്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്ന് പറഞ്ഞേ, അപ്പാ
എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള പരാജയങ്ങള് ഒരു ആവശ്യമില്ലാത്ത പരാജയങ്ങള് മറ്റുള്ളവരുടെ ഉപദേശത്താൽ അടിച്ചേൽപ്പിക്കപ്പെട്ട പദ്ധതി കൊണ്ട് ഞാൻ തന്നെ ഒരു തോൽവിയായി മാറിയ മുഹൂർത്തങ്ങളെ അപ്പാ ഇത്തരം ജീവിത ഉച്ഛിഷ്ടങ്ങളെ നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നിന്റെ പുത്രനെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ നിന്നെ നിനക്ക് സമർപ്പിക്കുന്നു. ഈ വേദനകളെ സ്വീകരിച്ചുകൊണ്ട് നീ എന്നിൽ അപ്പാ ക്രിസ്തുവിനെ രൂപപ്പെടുത്തണമേ. ഈ വേദനകളെ വേസ്റ്റുകളെ സ്വീകരിച്ചുകൊണ്ട് അപ്പാ നീ എന്നിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തണമേ. ആരാധന യേശുവേ, നിന്നെ നേടുവാൻ വേണ്ടി എല്ലാം ഇഷ്ടം പോലെ കരുതുവാനുള്ള വലിയ കൃപ നൽകണമേ. ഞങ്ങളുടെ സഹനങ്ങൾ കൃപകളാക്കി മാറ്റണം. വലുതാക്കണേ നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ എന്നെ കുരിശോളം വലുതാക്കണേ നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് ഒരു കൺഫ്യൂഷൻ എപ്പോഴും ബൈബിള് സൂക്ഷിക്കുന്നത് ക്രിസ്തു എവിടുന്ന് വരുമെന്ന് അറിയത്തില്ലെന്ന് ബൈബിൾ പറയുന്ന ഒരു സംഭവമാണ്. സത്യമായ ഒരു ആധ്യാത്മിക അനുഭവമാണ്. ക്രിസ്തു എവിടുന്ന് നമ്മുടെ ജീവിതത്തിലൂടെ എവിടുന്നാണ് വരണമെന്ന് അറിയാൻ പറ്റത്തില്ലെന്ന്. ആരിലൂടെയാണ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരണമെന്ന് അറിയത്തില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് യോഹന്നാൻ 7:27 എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ. അതാണ് അങ്ങനെ ഒരു ക്രിസ്തുവിൻ്റെ വരവിന് അങ്ങനെ ഒരു ഫിനോമിനുണ്ട്. അതായത് എവിടെ നിന്നാണ് വരിക, ആരിലൂടെയാണ് വരിക എന്നറിയത്തില്ലെന്ന്. കർത്താവ് എന്നിട്ട് പറയും, അപ്രതീക്ഷിതമായ സമയത്തായിരിക്കും മനുഷ്യപുത്രൻ വരിക എന്ന് പറയും. മത്തായി 24:44. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. പറഞ്ഞേ, അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. അപ്പോൾ ഇത് ക്രിസ്തു എവിടുന്ന് വരുന്നു, ആരിലൂടെ വരുന്നു, എപ്പോൾ വരുന്നു എന്നുള്ളത് വി ഡോണ്ട് നോ. അതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തു ആരിലൂടെയും വരാം, ക്രിസ്തു എപ്പോഴും വരാം.